വന്നിട്ടുള്ള എന്താന്ന് വെച്ചാൽ ഇന്നൊരു കേക്ക് ഉണ്ടാക്കേണ്ട വീഡിയോ ആയിട്ടാണ്. നമ്മൾ സാധാരണ ഈ കേക്ക് ഉണ്ടാക്കേണ്ട ഒരു ഇൻഗ്രീഡിയൻസും ഇല്ലാതെ നമ്മൾ പെട്ടെന്ന് തന്നെ വീട്ടിലെങ്ങനെ കേക്ക് തയ്യാറാക്കണം നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ്. അപ്പോൾ ഇന്നത്തെ നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് കേക്ക് ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റായിട്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു ഓറിയോയുടെ ബിസ്ക്കറ്റിൻ്റെ പാക്കറ്റ് വേണം. പിന്നെ നമുക്ക് പാല് വേണം, പാല് നമുക്ക് ഏത് കൊടുക്കാം. പിന്നെ നമുക്ക് ഷുഗർ സിറപ്പ് വേണം. പിന്നെ നമുക്ക് ബ്രെഡ് വേണം. അതാണ് ഇത്. ഇനി നമുക്ക് ഇതൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇതിൻ്റെ പാക്ക് പൊട്ടിച്ചതിന് ശേഷം നമുക്ക് ഇത് രണ്ട് ക്രീമും ബിസ്ക്കറ്റും വേറെ ആക്കി വെക്കണം. അപ്പോൾ നമുക്ക് ബിസ്ക്കറ്റ് പൊട്ടിക്കാം. നമ്മൾ ഈ ബിസ്ക്കറ്റ് പൊട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബിസ്ക്കറ്റിൻ്റെ ക്രീമും അതുപോലെ ബിസ്ക്കറ്റും വേറെ ആയിരിക്കണം. നമുക്ക് ക്രീം ഈസി ആയിട്ട് പോയിട്ടുണ്ട്. നമുക്ക് ഈസി ആയിട്ടുള്ള ക്രീം നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാത്തിൻ്റെ ക്രീമും ബിസ്ക്കറ്റും വേറെ തിരിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ബിസ്ക്കറ്റ് ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് പൊടിക്കാനുള്ള പരിപാടിയിലോട്ട് കിടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഈ ഓറിയോ ബിസ്ക്കറ്റും ക്രീമും വേറെ ആക്കിയ ബിസ്ക്കറ്റ് നമ്മൾ നല്ല ഫൈൻ പൗഡർ ആക്കിയിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് പാല് ചേർത്ത് ഇതൊന്ന് കുറുക്കിയെടുക്കണം. ക്രീം പരിവാക്കിയെടുക്കണം. നമുക്ക് കുറച്ചീച്ച പാൽ ഒഴിച്ച് കൊടുക്കണം. എന്നാലാണ് പാല് ഓവറായി പോയാൽ നമ്മളെ ക്രീം സെറ്റായി കിട്ടില്ല. നമുക്ക് കുറച്ചും കൂടെ ഒന്ന് മിൽക്ക് ഒഴിച്ച് വെക്കാം. ഇത് നന്നായിട്ട് ഇതാവരുത്. നമുക്ക് എല്ലായിടത്തും ഫില്ല് ചെയ്ത് കൊടുക്കണം. ഇല്ലെങ്കിൽ നമ്മളെ കേക്ക് അങ്ങനെ സോഫ്റ്റായി കിട്ടത്തില്ല. നമുക്ക് ക്രീം വെച്ചെടുക്കാം. നമ്മൾ അവസാനത്തെ ലെയർ ആയതുകൊണ്ട് കുറച്ച് നമുക്ക് സൈഡിലൊക്കെ തേക്കണം. നമുക്ക് ഒന്നാകെ തേച്ച് കൊടുക്കാം. ഈ ക്രീം ഇങ്ങനെയൊക്കെ തേക്കാം. നമുക്ക് എല്ലാവർക്കും ഈ കേക്കിൻ്റെ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇനി ഈ സൈഡിലൊക്കെ ചെയ്ത് കൊടുക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ കേക്കിൻ്റെ ഇത് ലെവൽ നമ്മൾ അവസാനത്തെ ലെയർ ആയതുകൊണ്ട് എല്ലായിടത്തും ചെയ്യണം. നമുക്ക് സൈഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ സൈഡ് ചെയ്തതിൻ്റെ ശേഷമാണ് ഇനി ഇവിടെ ടോപ്പിൽ ചെയ്യുള്ളൂ.
എല്ലായിടത്തും എത്തേണ്ട രീതിയിൽ നമ്മൾ ചെയ്തു കൊടുക്കണം. ഇത് ടേൺ ടേബിൾ ഉള്ളവർക്കൊക്കെ നല്ല ഈസി ആയിട്ട് ചെയ്ത് കൊടുക്കാം. നമ്മളെ വീട്ടിലിപ്പം ടേൺ ടേബിൾ ഇല്ല, അതുകൊണ്ട് നമ്മൾ പ്ലേറ്റിൽ വെച്ചിട്ട് ചെയ്യാണ്. പിന്നെ നമ്മുടെ ഈ കേക്കിൻ്റെ ബോർഡ് ഉണ്ടായാലും നല്ലതാണ്. ഇത് നമ്മൾ സിമ്പിളായിട്ട് നമ്മളെ കേക്ക് നമുക്ക് ഇങ്ങനെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം. കേക്ക് ഇവിടെ നമ്മളെല്ലായിടത്തും ക്രീമൊക്കെ തേച്ചു. നമ്മൾ നമ്മുടെ ഓറിയോ ബിസ്ക്കറ്റിൻ്റെ ക്രീം കൊണ്ട് ഉണ്ടാക്കിയ ഒരു ഇതാണ്. നമ്മൾ ഇത് ഇനി എല്ലായിടത്തും വെക്കാൻ പോവാണ്. നമ്മൾ 4 ഇവിടെയും 4 കോർണറിലും പിന്നെ നമ്മുടെ നടുക്കും വെച്ചെടുക്കുന്നു. നമ്മൾ ഇതുണ്ടല്ലോ, നമ്മുടെ ബാക്കിയുള്ള ക്രീം വരുന്നത് നമ്മളിങ്ങനെ ഇട്ടെടുക്കുകയാണ്. ഇനി ഞാൻ വിചാരിച്ചു ഇതിട്ട് കൊടുക്കണ്ട വിചാരിച്ചു. നമുക്ക് ഇതിലോട്ട് അല്പം പാൽ ഒഴിച്ചിട്ട് നമുക്ക് ഇതൊന്ന് ക്രീം ആക്കി എടുക്കണം. നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് ക്രീം. പിന്നെ ഞാൻ വിചാരിച്ചു ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ ഇതിട്ട് കൊടുക്കണ്ട വിചാരിച്ചു. നമ്മൾ ഈ 4 കോർണറിലും പിന്നെ ഈ നടുക്കും ഇത് പൂ വെച്ചാൽ മതി വിചാരിച്ചു. ഇനി നമ്മൾ ഇത് ടേസ്റ്റ് ചെയ്യണം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് ഞാൻ ഉണ്ടാക്കിയ ഓറിയോൻ്റെ ക്രീം വെച്ചിട്ടുള്ള കേക്ക്. ഇത് ഞാൻ ഇന്ന് ടേസ്റ്റ് ചെയ്യാൻ നോക്കാൻ പോവാണേ. ഒരു പീസ് അങ്ങോട്ട് എടുക്കാം നമുക്ക്. അടിപൊളി ടേസ്റ്റ്. ഈ ക്രീമും ഷുഗർ സിറപ്പൊക്കെ നമ്മൾ അപ്ലൈ ചെയ്ത് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്തൊക്കെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. പിന്നെ ഇന്നത്തെ എൻ്റെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ തൊട്ടടുത്ത് കാണേണ്ട ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ